നിന്നിഷ്ടം എന്നിഷ്ടം എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ. ഇതിൻ്റെ തിരക്കഥയും കഥയും രചിച്ചിരിക്കുന്നത് പ്രിയദർശൻ, സംവിധാനം ആലപ്പുഴ അഷറഫ്. 1986 ഇത് പുറത്തിറങ്ങിയത്. സംഗീതം കണ്ണൂർ രാജൻ, ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ, പ്രിയ, സുകുമാരി, ശ്രീനിവാസൻ, മുകേഷ്, മാള അരവിന്ദൻ, ജോണി, ബോബി കൊട്ടാരക്കര, കുതിരവട്ടം പപ്പു, പൂജപ്പുര രവി, ശങ്കരാടി, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. യേശുദാസ്, ചിത്ര, ജാനകി, ജയചന്ദ്രൻ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ഗാനങ്ങളാണ്. ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന് തുടങ്ങുന്ന ഗാനം വളരെ പ്രസിദ്ധമായ ഒരു ഗാനം തന്നെയാണ്. നല്ല സംഗീതമാണ് ഈ ചിത്രത്തിന് ഉള്ളത്. ഈ ചിത്രം എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൻ്റെ ചുറ്റും കേന്ദ്രീകരിച്ചാണ്. അമ്പലത്തിൽ പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അമ്പലത്തിന് ചുറ്റും കൈനോട്ടക്കാർ, പൂ വിൽക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാട്, ആ ഒരു ലൊക്കാലിറ്റിയാണ്. അപ്പോൾ അവിടെ പൂ വിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ശാലിനി. ശാലിനിയായി വേഷമിട്ടിരിക്കുന്നത് പ്രിയ എന്ന പുതുമുഖ താരമാണ്. അപ്പം അവളും ശ്രീകുട്ടനുമായി കണ്ടുമുട്ടുന്നു. ശാലിനിയുടെ പ്രത്യേകത, അവൾ ഒരു അന്ധയാണ്. മോഹൻലാലാണ് ശ്രീകുട്ടനായിട്ട് വേഷമിട്ടിരിക്കുന്നത്. കാലക്രമേണ ഇവർ തമ്മിൽ സ്നേഹത്തിലാകുന്നു. പക്ഷേ ശ്രീകുട്ടൻ ഈ ശാലിനിയോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ഏലയ്ക്ക മുതലാളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൾക്ക് കാഴ്ച കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പൈസ ശ്രീകുട്ടൻ സംഘടിപ്പിച്ച് കൊടുക്കുന്നു. ഈ പൈസ സംഘടിപ്പിക്കുന്നതിനിടയിൽ ശ്രീകുട്ടൻ ജയിലിലാകുന്നു. ശാലിനി ചികിത്സ തേടുകയും ശാലിനിക്ക് കാഴ്ച കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ കാഴ്ച കിട്ടിയ സമയത്തൊന്നും തന്നെ ശ്രീകുട്ടൻ അവളെ തിരക്കി ചെല്ലുന്നില്ല. അവൾക്കറിയില്ല. അവൾ പലരോടും, പ്രത്യേകിച്ച് അവളുടെ സുഹൃത്തായ രാമകൃഷ്ണപിള്ള, അതായത് മുകേഷാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. മുകേഷിനെ ചുമതലപ്പെടുത്തുന്നു. എനിക്കിങ്ങനെ ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണണം. പക്ഷേ എങ്ങും അദ്ദേഹത്തെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അപ്പോൾ ഇവൾ ശരിക്കും ഇവളിലൊരു ഗായിക ഉണ്ട്. അവളൊരു ഗായികയായി മാറുന്നു. അപ്പോൾ അതിന് വഴിതെളിക്കുന്നത് മുകേഷാണ്. അപ്പോൾ ഗായികയായി പേരെടുത്ത് കഴിയുമ്പോൾ അവളുടെ ആങ്ങള അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. കാലക്രമേണ ഇവൾ ശ്രീകുട്ടനെ കാണുവാൻ വരുന്നില്ല. പക്ഷേ എങ്കിലും അവളുടെ മനസ്സിൽ ശ്രീകുട്ടനാണ് എന്നും ഉള്ളത്. ഇവളുടെ സഹോദരൻ ശ്രീകുട്ടനെ ഇവളുമായിട്ട് കാണുവാൻ അനുവദിക്കുന്നില്ല. ശ്രീകുട്ടനെ ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. പോലീസിൽ പിടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇദ്ദേഹം നിരാശനായിട്ടിരിക്കുമ്പോൾ ടൗൺ ഹാളിൽ വെച്ച് ശാലിനിയുടെ ഗാനമേള നടക്കുന്നു. ആ ഗാനമേള കാണുവാനായിട്ട് ഇദ്ദേഹം വരുമ്പോൾ അവനെ വെളിയിൽ വെച്ച് തന്നെ ആക്രമിക്കുന്നു. ശ്രീകുട്ടനെ അവളുടെ സഹോദരൻ ആക്രമിക്കുന്നു. അപ്പോൾ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഇദ്ദേഹം ഓടിക്കയറി സ്റ്റെപ്പ് കയറി വരുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ബാക്കിയാണ് അദ്ദേഹം പാടുന്നത്. നോക്കി നിൽക്കുകയാണ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ പാടുകയും ശ്രീകുട്ടൻ അവളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. വരുമ്പോഴാണ് അവളെ ചിക്കു എന്ന് വിളിക്കും. ചിക്കു എന്നാണ് അവളെ ഇദ്ദേഹം വിളിച്ചിരുന്നത്. അപ്പോഴാണ് നേരത്തെ അന്ധയായിട്ടിരുന്നപ്പോഴാണല്ലോ കണ്ടത്. ഇതെൻ്റെ ശ്രീകുട്ടനാണെന്ന് മനസ്സിലാക്കുന്നു. ശ്രീയേട്ട എന്ന് അവളെ വിളിക്കുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇവൾ തിരിച്ചറിയുകയും ഇദ്ദേഹത്തിന് ആക്രമിച്ചിരുന്നല്ലോ ജോണി, താഴേക്ക് മറിഞ്ഞു വീഴുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്യുന്നു. ശ്രീകുട്ടൻ മരിക്കുന്നതോടുകൂടി ഇവൾ കരയുന്നു. വളരെ സങ്കടമായിട്ട് കാണുന്നു. കഥ അവസാനിക്കുന്നു.